ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്നൊരു നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ചൊറപ്പത്തിരി. അപ്പോൾ ഇത് ആവിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ആദ്യം വേണ്ടിയത് നമുക്ക് 1/4 കപ്പ് ജീരകശാല അരി, 1/2 കപ്പ് പൊന്നിയരി, 1/4 കപ്പ് വൈറ്റ് റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ് അരി. അപ്പോൾ നമുക്കൊരു വലിയൊരു ബൗളിൽ നമുക്ക് ഈ അരികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജീരകശാല അരി ഭയങ്കര ചെറിയ അരിയാണ്, അതൊക്കെ വാങ്ങിക്കാൻ വേഗം കിട്ടണതാണ്. പിന്നെ പൊന്നിയരി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ ഏതാ അരി ഉള്ളത് ആ അരി എടുത്തിട്ട് തന്നെ മതി. പിന്നെ നമുക്ക് നെയ്ച്ചോറിൻ്റെ അരി വൈറ്റ് റൈസാണ്. അപ്പോൾ ഇതും കൂടി എല്ലാതും ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം കഴുകാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 3-4 മണിക്കൂറോളം നമുക്ക് നന്നായി കുതിർക്കാം. അപ്പം നമുക്ക് അരപ്പിനുള്ള അരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൊറപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ അതേപോലെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അത് നന്നായി ചതച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇതൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ഈ മസാലയൊക്കെ നന്നായി ചെമ്മീനിൽ പിടിക്കും. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 1/2 മണിക്കൂറോളം മാറ്റി വെക്കാം. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ നന്നായി ഒന്ന് മാരിനേറ്റ് ആവട്ടെ കേട്ടോ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ നമുക്ക് എന്താ വേണ്ടിയത്, 1/2 കപ്പ് തേങ്ങ ചിരകിയതും, അതേപോലെ 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, പിന്നെ കുറച്ചൊരു 5-6 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അരിയും ജീരകവും ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നമുക്ക് നമ്മളെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഈ മാവ് ശരിക്കും പറഞ്ഞാൽ ദോശമാവിൻ്റെ അത്ര കട്ടിയൊന്നും വേണ്ട, അതിനെക്കാട്ടിയും ഒരു ലൂസായിരിക്കണം കേട്ടോ നമ്മളെ അരിയുടെ അരപ്പ്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വെച്ചാലേ നമുക്ക് ചൊറപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആദ്യം നമുക്ക് അരിയൊക്കെ റെഡിയാക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാനൊക്കെ ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടതെന്ന് പറയുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ വേണം പൊരിച്ചെടുക്കാൻ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ എന്താ പറയുക പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ചൊറപ്പത്തിരി എപ്പോഴും ഉണ്ടാക്കുമ്പോഴും നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ. അപ്പം ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക മുരിഞ്ഞങ്ങോട്ട് കിട്ടും. അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ ഈ സെയിം ചെമ്മീൻ പൊരിച്ചതിൻ്റെ എണ്ണയിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വലിയ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ സെയിം പാനിൽ തന്നെ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് നന്നായി ഒന്ന് ഒരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആ 2 സവോളയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇനി നമുക്കിത് മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്യണതിന് മഞ്ഞൾപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും, അതേപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം നമുക്കിതിലോട്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ റോ സ്മെല്ലൊന്ന് പോണ വരെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ചെമ്മീനൊന്ന് ജാറിലിട്ടിട്ടൊന്ന് പൊടിപ്പിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൊടിക്കണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് കടിക്കാൻ പറ്റണ പോലെ വേണേ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പ് മസാലയൊക്കെ കറക്റ്റാണോ നോക്കണം.
എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോൾഡ്, ഇവിടെ ഞാനൊരു സിലിക്കോൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അവൈലബിൾ ആണെന്ന്. ഇപ്പോൾ ഇത് അവൈലബിൾ അല്ലെങ്കിലും ഞാൻ വേറെ രീതിയിലും ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്, ഒരു പ്ലേറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നന്നായി വെള്ളം ഒന്ന് ചൂടാക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ മോൾഡിൽ എല്ലായിടത്തും ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളുടെ മാവ് ഒഴിക്കാദ്യം എല്ലാത്തിലും മാവ് നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇത് ചെറിയ മോൾഡായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടണോണ്ട് അധികം മിനിറ്റൊന്നും വേണ്ടി ആവശ്യമില്ല. അപ്പോൾ 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളുടെ ഫസ്റ്റത്തെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മസാല സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ മസാല കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലൊന്ന് ഒരു ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ചൊറപ്പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമേ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു 3-4 മിനിറ്റ് നന്നായി ഒന്ന് വേവിക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ഈ മാവിടാം. അപ്പോൾ ഈ മാവ് ഒഴിക്കണങ്ങാട്ടി മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മസാലയും അതേപോലെ നമ്മൾ ഫസ്റ്റത്തെ മാവ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തിയോ നോക്കിയാൽ മതി. എന്നിട്ടാണ് നമ്മൾ ഈ മാവ് ഇടേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് എപ്പോഴും നോക്കണേ. അങ്ങനെ കണ്ടോ, നമ്മൾ ലാസ്റ്റത്തെ ലെയറും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചെപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് നന്നായി വേവിച്ചെടുത്തിട്ടാണ് നമ്മളെ ചൊറപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും. അപ്പോൾ ആ സ്റ്റീൽ പാത്രത്തിൽ ഇതേ സെയിം പോലെ ഫസ്റ്റ് ആ മാവ് ഇട്ടിട്ട് മസാല ഇട്ടിട്ട് പിന്നും ആ മാവ് ഇട്ടിട്ട് ഒഴിക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ രീതിയിൽ നമുക്ക് ചൊറപ്പത്തിരി റെഡിയാക്കാം. ഇതിപ്പോൾ ലെയർ ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒറ്റ ലെയറിലാണ് ഉണ്ടാക്കിയത്. ഇതുപോലെയും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ചൊറപ്പത്തിരി നല്ലൊരു ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റാട്ടോ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.